ഒരു കെട്ടിടമോ ഒരു ഉപകരണമോ നിർമ്മിക്കുമ്പോൾ കൃത്യവും നിശ്ചിതവുമായ അളവുകൾ നമ്മൾ അതിനുവേണ്ടി പരിഗണിക്കാറുണ്ട്. പലപ്പോഴും ഭംഗിക്കും സുരക്ഷയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കാറുമുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന അതുല്യമായ ഒരു വസ്തുതയുടെ അടയാളമായി അല്ലെങ്കിൽ പ്രതീകമായി ചരിത്രത്തിലെ ഒരു നിർമ്മിതി മാറി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കും? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. സ്വർഗീയ കാര്യങ്ങളുടെ നിഴലും ദൃഷ്ടാന്തവുമായ സമാഗമന കൂടാരം നിർമ്മിക്കുമ്പോൾ പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ച മാതൃകയ്ക്കൊത്തവണ്ണം എല്ലാം നിർമ്മിക്കണമെന്ന് ദൈവം മോശയോട് അരുളി ചെയ്തു. ദൈവം നൽകിയിരിക്കുന്ന മാതൃകകൾ ദൈവസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും എത്രമാത്രം ശ്രദ്ധയോടെ പാലിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദേവാലയത്തിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് പ്രാപിച്ച് സഭയ്ക്ക് ഏൽപ്പിച്ചതുമായ മാതൃകയ്ക്ക് അനുസരിച്ചായിരിക്കണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൈവം തൻ്റെ ജനത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം കരുതലുള്ളവനാണെന്ന് ഓരോ സംഭവങ്ങളിലൂടെയും ബൈബിളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അടിമവേല ചെയ്തും ഇസ്രായേലിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ അവരുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നതായി നാം കാണുന്നു. ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ടതായ പ്രമാണങ്ങൾ അതൊക്കെ നൽകിയതിന് ശേഷം സമാഗമന കൂടാരത്തിൻ്റെ പണിയുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലെ ഓരോ ഉപകരണവും അതിൻ്റെ അളവുകളും അത് വയ്ക്കേണ്ട സ്ഥലവും വിധവും എല്ലാം വിശദമായി ദൈവം പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും വിശദമായി മോശയോട് ഇതൊക്കെ കൽപ്പിക്കുന്നത്? കാരണമുണ്ട്. ഇവയെല്ലാം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നവയാണ്. പുറപ്പാട് പുസ്തകം 25 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് സമാഗമന കൂടാരത്തിൻ്റെ ചിത്രവും മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ മാതൃകയും നൽകുന്നത് നാം കാണുന്നു. അനന്തരം സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ചാണ് നാം കാണുന്നത്. അത് ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു സമാഗമന കൂടാരമായിരുന്നു. കാരണം അവിടെയായിരുന്നു അവർ ദൈവത്തെ സമീപിച്ചിരുന്നത്. സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിന് ഇസ്രായേൽ മക്കൾ എന്തൊക്കെയാണ് നൽകേണ്ടിയിരുന്നതെന്നും സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ പഠനത്തിൽ കൂടി ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ഒരു അവബോധവും അതിൽ നിന്നും ഉളവാകുന്ന ആരാധനയും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. 25-ാം അധ്യായം എടുത്താൽ അതിൻ്റെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കണം. എന്നാൽ സമാഗമന കൂടാരത്തിൻ്റെ പണിയെ സഹായിക്കുവാൻ അവർ വഴിപാട് കൊടുക്കണമെന്ന്, കാണിക്ക കൊടുക്കണമെന്ന് ദൈവം അവരോട് പറയും. ഇസ്രായേൽ മക്കൾ വളരെ ഔദാര്യമായി ഈ കാര്യത്തിൽ കൊടുത്തു എന്ന് നാം വായിക്കുന്നു. 3 മുതലുള്ള വാക്യങ്ങൾ. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ, തഹശുതോൽ, ഖദിരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലത്തിനും പരിമളധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാർപതക്കത്തിനും പതിപ്പാൻ ഗോമേതകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ.
ഈ സാധനങ്ങൾ അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ഈ മരുഭൂമിയിൽ അവർക്ക് എവിടെ നിന്ന് കിട്ടിയത്? അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ ശേഖരിച്ച കഴിഞ്ഞ 400 വർഷത്തെ അവരുടെ കൂലിയുടെ ഭാഗമായിരുന്നു ഈ പറയുന്നത്. പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ നാം അത് ചിന്തിച്ചതാണ്. അവിടെ നാം വായിക്കുന്നത്, യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു, അങ്ങനെ അവർ മിസ്രൈമ്യരെ കൊള്ളയിട്ടു എന്ന്. ഇസ്രായേൽ ജനം മിസ്രൈം വിട്ടു പോരുമ്പോൾ അവർ വളരെ സമ്പത്തുമായിട്ടാണ് ആ രാജ്യത്ത് നിന്നും പോരുന്നത്. കൂടാരത്തിൻ്റെ പണിക്ക് മാത്രം ഇന്നത്തെ കണക്കിൽ ഞാൻ വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി, ഏകദേശം 15 കോടി രൂപ വില വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ മരുഭൂമി യാത്രയിൽ കൊണ്ടു നടക്കേണ്ടതായിരുന്നത് കൊണ്ട് സമാഗമന കൂടാരം വളരെ ചെറിയതായിരുന്നു. അതേസമയം അത് അലങ്കൃതവും വിലപ്പെട്ടതും മനോഹരവുമായിരുന്നു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണം. ഭൂമിശാസ്ത്രപരമായി ഒരു പ്രത്യേക സ്ഥലത്ത് പരിമിതമായി ഒരു കൂടാരത്തിൽ താൻ വസിക്കുവാൻ പോവുകയാണെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടുന്ന് കെരൂബുകളുടെ മധ്യേ വസിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, യെശയ്യാ പ്രവചനം 37-ന്റെ 16, ഈ ഭാഗങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ വസ്തുതയ്ക്കുള്ള തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ഒരു ദൈവിക ഭരണ രാഷ്ട്രമായിരുന്നു. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയും. ദൈവമാണ് അവരുടെ രാജാവായിരുന്നത്, യഹോവയായിരുന്നു അവരുടെ രാജാവ്. അവിടുത്തെ സിംഹാസനം കെരൂബുകളുടെ മധ്യത്തിലായിരുന്നു. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ആലയത്തിൽ ദൈവം വസിക്കുന്നു എന്ന ചിന്താഗതി, അത് ഇന്നത്തെ പ്രത്യേകിച്ചും ചിന്താഗതി ശരിയല്ല. ചില ആളുകൾ ഒരു കെട്ടിടത്തെ ദൈവത്തിൻ്റെ ഭവനമെന്ന് വിളിക്കാറുണ്ട്. ദൈവം ഒരു കെട്ടിടത്തിൽ വസിക്കാത്തത് കൊണ്ട് അത് ദൈവത്തിൻ്റെ ഭവനമല്ല. നാം വായിക്കുന്നത്, സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ എന്ന് ശലോമോൻ രാജാവ് പ്രാർത്ഥിച്ചത് ഓർക്കുന്നില്ലേ? മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലമായിരുന്നു സമാഗമന കൂടാരം. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മധ്യേ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. 99-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. പെട്ടകം ദൈവത്തിൻ്റെ സിംഹാസനമായിരുന്നു. സമാഗമന കൂടാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത്, ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതന് കടന്നു ചെല്ലുവാൻ അനുവാദമുള്ള സ്ഥലത്തായിരുന്നു ഈ നിയമപ്പെട്ടകം സൂക്ഷിച്ചിരുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്ന പെട്ടകമാണ് ആദ്യം ഉണ്ടാക്കുവാൻ ദൈവം പറഞ്ഞത്. നോക്കിക്കേ, 9-ാം വാക്യം, 25-ന്റെ 9. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. സ്വർഗീയമായ സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയായിരുന്നു ഈ ഭൗമികമായ കൂടാരമെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ അക്ഷരികമായ ഒരു സമാഗമന കൂടാരം ഉണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരാം. അങ്ങനെ ഉണ്ടെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതിനാൽ അപ്രകാരം തന്നെ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവം വേറെ എന്തെങ്കിലും ആയിരുന്നു അർത്ഥമാക്കിയിരുന്നതെങ്കിൽ അത് അവിടുന്ന് നമുക്ക് വ്യക്തമാക്കി തരുമായിരുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. എബ്രായർ 9-ന്റെ 23-24 വാക്യങ്ങളിൽ നാം വീണ്ടും വായിക്കുന്നത്, ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം, സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. 100 മുഴം നീളവും 50 മുഴം വീതിയുമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന സമാഗമന കൂടാരത്തിന് ചുറ്റിലും പുറത്ത് പ്രാകാരമുണ്ടായിരുന്നു.
ഒരു മുഴം ഏകദേശം 18 ഇഞ്ച് നീളമായിരുന്നു. ഓരോരുത്തരുടെയും കൈയുടെ നീളം അനുസരിച്ച് അല്പമായ വ്യത്യാസമുണ്ടായിരിക്കും. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ ഒരു താമ്രത്തൊട്ടിയും ഒരു താമ്രക്കാലും ഉണ്ടായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സമാഗമന കൂടാരം 2 പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരുന്നു: വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. സമാഗമന കൂടാരത്തിന് 30 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവും ഉണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലത്തിൻ്റെ നീളം 20 മുഴവും വീതി 10 മുഴവുമായിരുന്നു. അതിവിശുദ്ധ സ്ഥലം 10 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവും ഉള്ളതായിരുന്നു. വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ കാഴ്ചയപ്പത്തിൻ്റെ മേശ, സ്വർണം കൊണ്ടുള്ള വിളക്ക് തണ്ട്, പരിമള യാഗപീഠം മുതലായവയായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകവും കൃപാസനവും ഉണ്ടായിരുന്നു. പുറത്തെ പ്രാകാരത്തിൽ 2 ഉപകരണങ്ങളുണ്ടായിരുന്നു: ഒരു താമ്രത്തൊട്ടിയും ഒരു താമ്രക്കാലും, അതിന് ചുറ്റിലും വെള്ളപ്പട്ടുകൊണ്ടുള്ള വേലിയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ സമാഗമന കൂടാരത്തിൻ്റെ ചിത്രത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 25-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: ഖദിരമരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം, അകത്തും പുറത്തും പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം വാർപ്പിച്ച് 4 കാലിലും ഇപ്പുറത്ത് 2 വളയവും അപ്പുറത്ത് 2 വളയവുമായി തറയ്ക്കണം. ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. പെട്ടകവും അതിന് മുകളിലുള്ള കൃപാസനവുമായിരുന്നു ദൈവം ഇസ്രായേൽ മക്കളെ കണ്ടുമുട്ടുന്ന സ്ഥലം. 1-ാമത്തെ ഉപകരണം പെട്ടകമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് നാം അതിനെ സമീപിക്കുന്നത്. അകത്തുനിന്നും ആരംഭിച്ച് പുറത്തോട്ട് ദൈവ സാന്നിധ്യം അധിവസിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു പെട്ടകം വെച്ചിരുന്നത്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ പ്രകാരമാണ് നാം അതിനെ സമീപിച്ചിരുന്നതെങ്കിൽ നാം ആദ്യമായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലും പിന്നീട് താമ്രത്തൊട്ടിയുടെയും താമ്രക്കാലിൻ്റെയും സമീപത്തും എത്തുമായിരുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തിരുന്നപ്പോൾ കൊണ്ടു നടക്കത്തക്ക വിധത്തിലായിരുന്നു ഈ സമാഗമന കൂടാരത്തിൻ്റെ ആകൃതിയും പണിയും. അവർ ഒരു സ്ഥലത്ത് കൂടാരം അടിക്കുമ്പോൾ അതിനെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുകയും വേറൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ അത് വേർപെടുത്തിയെടുക്കുകയും ചെയ്യുമായിരുന്നു. സമാഗമന കൂടാരത്തിലെ ഓരോ ഉപകരണത്തിനും വളകളും തണ്ടുകളും ഉണ്ടായിരുന്നു. അതിനാൽ മരുഭൂമിയിൽ കൂടി നിഷ്പ്രയാസം അത് എടുത്തുകൊണ്ട് നടക്കാമായിരുന്നു. പെട്ടകത്തിൻ്റെ പുറം ഭാഗം അടപ്പ് പോലിരുന്ന കൃപാസനം ഒരു പ്രത്യേക ഉപകരണമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്: തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടിപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. ഓരോന്നിനും കൃത്യമായ രീതിയും അളവും നൽകിയത് പ്രത്യേകം ശ്രദ്ധിക്കുക. 20-ാം വാക്യത്തിൽ: കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന വിധത്തിലായിരുന്നു രൂപകൽപ്പന ചെയ്തത്. 21-22 വാക്യങ്ങളിൽ: കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വയ്ക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. അകവും പുറവും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്ന ഒരു പെട്ടിയായിരുന്നു ഈ പെട്ടകം. അത് ഖദിരമരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. നമ്മുടെ ഈട്ടിത്തടി പോലെ പെട്ടെന്ന് കേട് വരാത്ത തടിയായിരുന്നു ഈ പറയുന്ന ഖദിരമരം. തൻ്റെ മനുഷ്യത്വത്തിലും ദൈവത്വത്തിലും യേശുക്രിസ്തുവിൻ്റെ ഒരു പൂർണ്ണമായ പ്രതീകമായിരുന്നു പെട്ടകം. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു.
സ്വർണം അവൻ്റെ ദൈവത്വത്തെയും തടി അവൻ്റെ മനുഷ്യത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ദൈവവും മനുഷ്യനുമായി യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന പ്രതീകമായി തീരുവാൻ അതിന് സ്വർണവും തടിയും ആവശ്യമായിരുന്നു. അത് രണ്ടും കൂടി ഒരുമിച്ച് കലരുന്ന പ്രശ്നമില്ല. ഈ ദൈവത്വ ഭാവത്തെ അവഗണിക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വിഫലമായ ആശയം മാത്രമേ നമുക്ക് ലഭിക്കൂ. ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ആ തത്വം പോലെ മർമ്മപ്രധാനവും വിശദീകരിക്കുവാൻ സാധിക്കാത്തതുമായ വേറൊരു ഉപദേശം തിരുവചനത്തിൽ ഇല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതേസമയം ദൈവവും മനുഷ്യനും ഒരേ ശരീരത്തിലായിത്തീരുന്നതിനെ വിവരിക്കുവാൻ പെട്ടകത്തിലെ ലളിതമായ വേറൊരു ചിഹ്നവുമില്ല എന്ന് പറയാം. നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഗഹനമായ സത്യം ഇല്ലേ? സ്വർണവും തടിയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സാധാരണ പെട്ടി നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്ര മർമ്മപ്രധാനമായ ഒരു സത്യമാണ്. അതെ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്നത് അത്ഭുതകരമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത ആളത്വത്തെക്കുറിച്ച് നമുക്ക് അപ്രമേയമായിരിക്കുന്ന നിഗൂഢ സത്യങ്ങളുടെ കഥ മുഴുവൻ ഒരു സാധാരണ ചെറിയ പെട്ടി പറഞ്ഞു തരുന്നു. ഇത് നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയില്ലെങ്കിലും ദൈവകൃപയാൽ ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യമാണ് എന്നത് ഈ സത്യത്തിൻ്റെ അതിശയകരമായൊരു സൗന്ദര്യം തന്നെയാണ്. പെട്ടകത്തിൻ്റെ അകവും പുറവും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മാജിക്കുകാരനോ ജാലവിദ്യക്കാരനോ ആയിരുന്നില്ല. മറ്റുള്ളവരെക്കാൾ ദൈവിക ചിന്തയിൽ മുഴുകിയ കേവലം ഒരു മനുഷ്യനുമല്ലായിരുന്നു ക്രിസ്തു. അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ മാത്രമായിരുന്നില്ല യേശു കർത്താവ്. അവൻ ദൈവമായിരുന്നു. അവൻ ദൈവത്തെപ്പോലെ സംസാരിച്ചു. അവൻ തന്നെ ദൈവത്തോട് തുല്യമായ നിലയിലാണ് എപ്പോഴും കണ്ടിരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന്. അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. അവിടുന്ന് ദൈവമായിരുന്നു. അവിടുന്ന് പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവിടുന്ന് ക്ഷീണം അനുഭവപ്പെട്ടിരുന്ന വ്യക്തിയാണ്. പകലത്തെ ചൂടിൽ അവൻ ശമര്യയിലെ ഒരു കിണറിൻ്റെ സമീപം വിശ്രമിക്കുവാൻ ചെന്നിരുന്നതായി നാം കാണുന്നു. അവന് ദാഹിച്ചു, അവൻ ഉറങ്ങി, അവിടുന്ന് ഭക്ഷണം കഴിച്ചു, പാനം ചെയ്തു, അവൻ ചിരിച്ചു, കരഞ്ഞു. അതിലുപരി അവൻ കഷ്ടമനുഭവിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്തു. ഇവയെല്ലാം മാനുഷിക സ്വഭാവങ്ങളാണ്. ഈ പെട്ടകത്തിൽ സ്വർണവും തടിയും രണ്ടും ആവശ്യമായിരുന്നു. എന്നാൽ അവ രണ്ടും തമ്മിൽ കലർന്നില്ല. ഒന്നിൻ്റെ വ്യക്തിത്വം മറ്റേതിൽ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നില്ല. രണ്ട് സ്വഭാവവും ഒരിക്കലും ഒന്നായിത്തീരുകയോ കലരുകയോ ചെയ്തിരുന്നില്ല. അവിടുന്ന് ഒരിക്കലും ഒരേ സമയത്ത് ദൈവമായും മനുഷ്യനായും പ്രവർത്തിച്ചില്ല. അവൻ ചെയ്തത് ഒരിക്കലും തെറ്റായിരുന്നില്ല. അവൻ ചെയ്തത് ഒന്നുകിൽ പൂർണ്ണമായും മാനുഷികമായിരുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും ദൈവികമായിരുന്നു. പെട്ടകം ഒരു ഒഴിഞ്ഞ പെട്ടിയായിരുന്നില്ല. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് പെട്ടകത്തിൽ അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും ഉണ്ടായിരുന്നു. പെട്ടകത്തിലെ വസ്തുക്കളും പ്രതീകങ്ങളായിരുന്നു. അഹരോൻ്റെ തളിർത്ത വടി കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്ന വസ്തുതയാണ് മന്ന സൂചിപ്പിക്കുന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാക്കിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ എല്ലാ വശങ്ങളും നിവർത്തിച്ചുകൊണ്ടുള്ള അവൻ്റെ ജീവിതത്തെയാണ് 10 കൽപ്പനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമത്തിൻ്റെ കൽപ്പലകകൾ ക്രിസ്തുവിൻ്റെ രാജകീയത്വത്തെ കുറിക്കുന്നു. അവിടുന്ന് രാജാവായി പിറന്നവനാണ്. അവിടുന്ന് ഒരു രാജാവായി ജീവിക്കുകയും രാജാവായി മരിക്കുകയും മരിച്ചവരിൽ നിന്ന് രാജാവായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് രാജാവായി വീണ്ടും ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അത് ഭൂതകാല നിത്യതയിൽ തുടങ്ങി ഭാവിയിൽ കർത്താവ് ഈ ഭൂമിയെ വാഴുന്നത് വരെയും നടന്നുകൊണ്ടേയിരിക്കും.
ഈ ഭൂമിയിൽ ഒരു ഭരണാധികാരിയെ ആവശ്യമുണ്ട്. മനുഷ്യന് ഒരു രാജാവിനെ ആവശ്യമായിരിക്കുന്നു. ഒരിക്കൽ അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി വരുവാൻ പോകുന്നു. ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടാണ് മന്ന ഇട്ടുവെച്ചിരിക്കുന്ന പാത്രം ചൂണ്ടിക്കാണിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ദൂതായിരുന്നു യേശുക്രിസ്തു. അവിടുന്ന് ലോഗോസ്, വചനം, അതായത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ അക്ഷരമാലയായിരുന്നു. ആൽഫയും ഒമേഗയും അവനായിരുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അന്തിമമായ ദൂതായിരുന്നു കർത്താവായ യേശുക്രിസ്തു. ദൈവവും മനുഷ്യനുമായി ക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷം സ്വർഗം നിശബ്ദമായി. കാരണം ക്രിസ്തുവിനോടൊപ്പം എന്തെങ്കിലും കൂടി ചേർക്കുവാൻ, എന്തെങ്കിലും കൂടി കൽപ്പിക്കുവാൻ ദൈവത്തിനില്ലായിരുന്നു എന്ന് നമുക്കറിയാം. വചനം ജഡമായി തീർന്നവനാണ് യേശുക്രിസ്തു. ക്രിസ്തുവിൽ ദൈവം തൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷയാണ് അഹരോൻ്റെ തളിർത്ത വടി സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുകയും പുരോഹിതൻ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്നു. പുരോഹിതനെ പോലെ ക്രിസ്തു തന്നെത്താൻ യാഗമാക്കി. ഒരു പുരോഹിതനെ പോലെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് അവൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് വരെയും അവിടുന്ന് പുനരുദ്ധാരണത്തിൻ്റെ അതുല്യമായ ഉദാഹരണമായി നിലകൊള്ളുന്നു. അഹരോൻ്റെ തളിർത്ത വടി ജീവൻ പ്രാപിച്ച പഴയ ഒരു ചത്ത വടിയായിരുന്നു. പെട്ടകം ക്രിസ്തുവിനെ പ്രവാചകനായും പുരോഹിതനായും രാജാവായും ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നത്രേ. പെട്ടകത്തിന് പുറത്തായിരുന്നു കൃപാസനം. അത് പെട്ടകത്തിൻ്റെ അടപ്പായി ലിഡ് പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഒരു പ്രത്യേക ഉപകരണമായിരുന്നു. അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതിൻ്റെ 2 അരികിലും പൊന്നുകൊണ്ടുള്ള 2 കെരൂബുകൾ ഉണ്ടായിരുന്നു. അവ ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടുകയും അവയുടെ മുഖം കൃപാസനത്തിൽ രക്തമിരിക്കുന്ന സ്ഥാനത്തിന് നേരെ ഇരിക്കുന്ന വിധത്തിലുമായിരുന്നു. അവിടെയാണ് മഹാപുരോഹിതൻ യാഗരക്തം തളിച്ചിരുന്നത്. രക്തമായിരുന്നു അതിനെ കൃപാസനമാക്കി തീർത്തതെന്നോർക്കണം. അത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതീകമായിരുന്നു. ക്രൂശ് മരണത്തിന് ശേഷം അവൻ അക്ഷരികമായി തൻ്റെ രക്തം സ്വർഗത്തിൽ കാഴ്ചവെച്ചു എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അതുല്യതയെയും ശക്തിയെയും കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വിലയേറിയതാണ് ക്രിസ്തുവിൻ്റെ രക്തം എന്നാണ് പത്രോസ് പറഞ്ഞത്. ഭൂമിയിൽ ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് സ്വർഗത്തിൽ ഏറ്റവും വിലയേറിയതായിട്ടുള്ളത്. അവിടുന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തൻ്റെ രക്തവും കാഴ്ചയായി അർപ്പിച്ചു. അതുകൊണ്ടാണ് ദൈവസിംഹാസനം ഇന്നും നമുക്ക് വേണ്ടി കൃപാസനമായി തീർന്നിരിക്കുന്നത്. നമ്മുടെ വലിയ മഹാപുരോഹിതനായി യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുവാൻ ഇന്ന് നമ്മെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ ദൈവപുത്രനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. സ്വർഗത്തിൽ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനിൽ കൂടിയാണ് നാം ഓരോരുത്തരും ദൈവത്തെ സമീപിക്കുന്നത്. അവിടുന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ജീവനുള്ള ക്രിസ്തുവാണ്. അവനിൽ കൂടി നാം സഹായവും കരുണയും കണ്ടെത്തുന്നു.
അനേകം ക്രിസ്തുവിശ്വാസികളും ഏകരായി ഭൂമിയിൽ ശത്രുവിനെതിരെ പോരാട്ടം നടത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കത് സാധ്യമായ കാര്യമല്ല. നാം തോറ്റുപോകും. എത്ര നാളിങ്ങനെ സ്വയം പരിശ്രമിച്ച് നിരാശപ്പെട്ട് ജീവിക്കും? നമുക്ക് സഹായം ആവശ്യമുണ്ട്. അത് ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. സഹായത്തിനായി അവനോട് അഭ്യർത്ഥിക്കാം. നാം അപേക്ഷിക്കാത്തിടത്തോളം അവങ്കിൽ നിന്ന് സഹായം വരുമെന്ന് ചിന്തിക്കരുത്. നാം അപേക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം എപ്പോഴും ഒരു പോർക്കളത്തിലാകുന്നു. ഈ പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ നമ്മെ നിലനിർത്തുന്നത് ദൈവ സാന്നിധ്യമാകുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി പോരാടിക്കൊള്ളും. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അവൻ്റെ അളവറ്റ ശക്തി അവരിൽ പ്രാവർത്തികമാക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എഫേസ്യർ 1:18-19 വാക്യങ്ങളിൽ. ഇന്ന് വിശ്വാസികളിൽ ആ ശക്തിയുടെ പ്രവർത്തനം വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ. വിശ്വാസത്താൽ നാം അതിനെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന മഹാപുരോഹിതൻ തിടുക്കത്തിൽ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് കൃപാസനത്തിന്മേൽ രക്തം തളിച്ചിട്ട് പെട്ടെന്ന് പുറത്ത് കിടക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു തൻ്റെ യാഗം അർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി അവിടെ തന്നെ ഇന്നുമുണ്ട്. അവിടുന്ന് ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്കായി മരിച്ചു. നമ്മെ രക്ഷിക്കപ്പെട്ടവരായി സൂക്ഷിക്കേണ്ടതിന് അവിടുന്ന് സ്വർഗത്തിൽ ഇന്ന് ജീവിക്കുന്നു. ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിനോട് ബന്ധം പുലർത്തിക്കൊണ്ട് വേണം നാം ഓരോ നിമിഷവും ഈ ഭൂമിയിലായിരിക്കേണ്ടത്. അവിടുത്തെ സാന്നിധ്യമാണ് നമുക്ക് ധൈര്യവും സന്തോഷവും പകരുന്നത്. ഓരോ ദിവസവും അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുകയും അവൻ്റെ വചനം നമ്മെ ശക്തീകരിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിനോട് സംസാരിച്ചോ? നിങ്ങളുടെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ സ്വയം പരിഹരിക്കുവാൻ കഴിയാത്ത എന്തും അവൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുമോ? അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. സമാഗമന കൂടാരവും അതിലെ ഉപകരണങ്ങളും വെറും ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, സ്വർഗീയ മർമ്മങ്ങളുടെ ആഴമേറിയ പ്രതിരൂപങ്ങളാണ്. അവയിൽ തന്നെ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളായ സാക്ഷ്യപ്പെട്ടകവും കൃപാസനവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം